ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തിരിക്കുന്ന രാഗം നാട്ടം. നാട്ടരാഗം 37ാമത്തെ മേളകർത്താരാഗമായ ചലനാട്ടയിലാണ് ജന്യം. ഇതിന്റെ ആരോഹണ അവരോഹണങ്ങൾ രേ ഗ മ പ ധ നി സ നി പ മ ഗ മ രേ സ. ഇതാണ് ഇതിന്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത്. സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, അന്തരകാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാകളി നിഷാദം. ഇത്രയാണ് സ്വരസ്ഥാനങ്ങൾ വരുന്നത്. ഇതൊരു ഗണരാഗമാണ്. മധ്യമകാലത്തിൽ പാടി കഴിഞ്ഞാണെങ്കിൽ കൂടുതൽ ശോഭിക്കും. ഇതൊരു സമ്പൂർണ്ണ ഔഡവരാഗാണ്. ഇനി നമുക്ക് നാട്ടരാഗത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ കേൾക്കാം. ആദ്യം തന്നെ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതിയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗണപതി സ്തുതിയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും നാട്ടരാഗത്തിൽ. മഹാഗണപതിം മനസ സ്മരാമി, മഹാഗണപതിം മനസ സ്മരാമി, മഹാഗണപതിം മനസ സ്മരാമി, മഹാഗണപതിം മനസ സ്മരാമി. ഒരു കൃതി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മുത്തുസ്വാമി ദീക്ഷിതരുടെ. അടുത്തൊരു കൃതിയും വളരെ പോപ്പുലർ ആയിട്ടുള്ള കൃതിയാണ്. അതും മുത്തുസ്വാമി ദീക്ഷിതർ തന്നെയാണ്. സ്വാമിനാഥ പരിപാലയാതു മാം, സ്വാമിനാഥ പരിപാലയാതു മാം, സ്വാമിനാഥ പരിപാലയാതു മാം. ഈ ഒരു കൃതി. പിന്നെ ദീക്ഷിതരുടെ തന്നെ പരമേശ്വര ജഗദീശ്വര ശങ്കര പാഹി മാം, പ്രണതാതിഹര ശ്രീ പരമേശ്വര ജഗദീശ്വര ശങ്കര പാഹി മാം, പ്രണതാതിഹര. ഈ ഒരു കൃതി. പിന്നെ മുത്തുസ്വാമി ദീക്ഷിതരുടെ തന്നെ വേറൊരു കൃതിയാണ് പവനാത്മജഗച്ച പരിപൂർണ സ്വച്ഛ, പവനാത്മജഗച്ച പരിപൂർണ സ്വച്ഛ, പരമാത്മ പൂജ പാഹി മാം, ജയ ജയ നവ 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 ജയ ജയ പവനാത്മജഗച്ച പരിപൂർണ സ്വച്ഛ. ഈ ഒരു കൃതി. പിന്നെ ത്യാഗരാജസ്വാമികളുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ് നാട്ടരാഗത്തില് ഗണരാഗ പഞ്ചരത്നത്തിലെ ഫസ്റ്റ് കൃതി. ജഗതാനന്ദക ആരക, ജഗതാനന്ദക ആരക, ജഗതാനന്ദക ആരക, ജഗതാനന്ദകാരക, ജഗത ആനന്ദകാരക. ഈ ഒരു കൃതി വളരെ പോപ്പുലർ ആയിട്ടുള്ള പഞ്ചരത്ന കൃതിയാണ്. പിന്നെ സ്വാതി തിരുനാളിന്റെ പാഹി ശൗരേ പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. പാപനാശ ശിവന്റെ ഉമയോർ ഭാഗനെ എന്ന് പറഞ്ഞിട്ടൊരു കൃതി. മുത്തയ്യ ഭാഗവതരുടെ ഒരു കൃതി. വേദമതേ വേദവിനുതേ വേദമതേ വേദവിനുതേ
വേദമാതേ അങ്ങോട്ടൊരു കൃതി. ഇരയിമൻ തമ്പിയുടെ പാഹി നിഖില ജനനീ എന്ന് പറഞ്ഞൊരു കൃതി. പിന്നെ സംഗീത വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു വർണ്ണാണ് പാലക്കാട് പരമേശ്വര ഭാഗവതരുടെ സരസി ജനഭ മാം പാഹി സകല ഭുവനവന്ദ്യ ചരണവദസ്യ നന്ദോരപൂര ദേശ വ്യാസാദി മുനിവര കണ്ണൂത ചരിത ഒരു വർണ്ണം. പിന്നെ മയൂരം വിശ്വനാഥ ശാസ്ത്രിയുടെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയുണ്ട്. ശ്രീ മഹാഗണപതേ ശ്രീ മഹാഗണപതേ സുരപദേ ശ്രീ മഹാഗണപതേ സുരപദേ ശ്രീ മഹാഗണപതേ സുരപദേ സിദ്ധിവിനായക നമോസ്തുതേ ശ്രീ മഹാഗണപതേ ഈ ഒരു കൃതി കേശാമരാജേന്ദ്രയുടെ ഒരു കൃതിയുണ്ട്. കമലാംബിക മാമാവസത എന്ന് പറഞ്ഞിട്ടൊരു കൃതി. ഊത്തുക്കാട് വെങ്കടസുബ്രയ്യരുടെ ആനന്ദനർത്തന ഗണപ്രതിംഭവയേ പരമാനന്ദ നർത്തന ഗണപ്രതിംഭവയേ ഒരു കൃതി. പുലിയൂർ ദൊരൈസ്വാമി അയ്യരുടെ ഒരു കൃതി. സരസീരുഹാസന പ്രിയേ സരസീരുഹാസന പ്രിയേ അംബ സരസീരുഹാസന പ്രിയേ അംബ സദാ വീണാഗാനപ്രിയേ സദാനന്ദ ഹൃദയേ മൈസദയേ സരസീരുഹാസന പ്രിയേ അംബ സദാ വീണാഗാനപ്രിയേ സദാനന്ദ ഹൃദയേ മൈസദയേ സരസീരുഹാസന പ്രിയേ അംബ ഈ ഒരു കൃതി. പിന്നെ രേ രേ അജമാനസ ഭജരേ ഗജാനനം രേ രേ വജമാനസ ഭജരേ ഗജാനനം രേ 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 വജമാനസ ഭജരേ ഒരു കൃതി. പിന്നെ നാരായണ തീർത്ഥരുടെ ഒരു കൃതി. ജയ ജയ സ്വാമി ജയ 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 ഈ ഒരു കൃതി. പിന്നെ ബാലമുരളികൃഷ്ണ സാറിന്റെ ഒരു വർണ്ണുണ്ട്. ഏനാദ മൂലോസകലഗന മൂയിനമൈ
മറ്റൊരു വർണ്ണം നാട്ടരാഗത്തിൽ ബാലമുരളീകൃഷ്ണ സാറിൻ്റെ. ഇത്രയൊക്കെയാണ് നാട്ടരാഗത്തിലുള്ള പ്രധാന കൃതികൾ വരുന്നത്. ഇനി സിനിമാ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ അത് തന്നെ ഭരതം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും, ഈ പാട്ട് നാട്ടരാഗത്തിലാണ്. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാൻ ഇന്നു നിൽക്കാതിൽ പറഞ്ഞു, ഈ ഒരു പാട്ട്. പൂവിട്ടല്ലോ മലയുടെ നെറുകയിലൊരു മഴക്കണിയ ഒരു പാട്ട്. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു, ഈ ഒരു പാട്ട്. രാത്രിയിൽ മഞ്ഞുപോലെ അകമൊരുമ്മിയും വിഴിത്തലോടിയും, ഈ ഒരു പാട്ട്. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു, ഈ ഒരു പാട്ട്. ശ്രീരാമനാമം ജപസാരസാഗരം, ഈ ഒരു പാട്ട്. പൂരങ്ങളുടെ പൂരമയോ, ഈ ഒരു പാട്ട് നാട്യം നീലാംബരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. പനി വീഴും മലർവനം ഒരു പാർമയൊരു വനം, ഇത് ചില നാട്യമുണ്ട്, കുറച്ച് നാട്യം രാഗത്തിലാണിത്. നറുമുഖയേ ഈ പാട്ട്. കടലോളം വാത്സല്യം തഴുകാനായി തരുമച്ചൻ, ഈ പാട്ട് നാട്ടരാഗം ബേസ്ഡ് ആയിട്ട് ചേർത്ത് ചിട്ടപ്പെടുത്തിയിരുന്നത്. പ്യുവർ നാട്യമല്ല, കുറച്ച് മിക്സിംഗ് ഒക്കെ ഉണ്ട്, ചില 1-2 നോട്ടുകൾ മാറ്റി വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നാട്ടരാഗത്തുള്ള പ്രധാന കൃതികളും സിനിമാ പാട്ടുകളുള്ളത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.